العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അവധിക്കാലത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളെന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോമ്പിനെ കൊണ്ട് പറഞ്ഞതുപോലെ നോമ്പിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് ഹറാമുകളൊന്നുമില്ല, അതിനു മുമ്പുള്ള ഹറാമുകളൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള നാളുകളിലും വിശ്വാസിയുടെ വാക്കും നോക്കും പ്രവൃത്തിയുമൊക്കെ ആ ശ്രദ്ധയോടെ തന്നെ ആകേണ്ടതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അല്ല ഇന്ന് സംസാരിക്കുന്നത്, അവധിക്കാലത്തെക്കുറിച്ചാണ്. അവധിക്കാലമൊക്കെ പണ്ട് കാലത്തെ ഉള്ളതാണെങ്കിലും പഴയ തലമുറക്കൊന്നും അത് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം വിദ്യാലയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെയാണ് ചെറിയ ഒരു ഔപചാരിക അവധി, സമ്മർ വെക്കേഷൻ, വേനൽക്കാല അവധി ലഭിക്കുന്നത്. അന്നൊക്കെയുള്ള തലമുറ ആ മേഖലകളിലൊക്കെ കുറവായതുകൊണ്ട് തന്നെ അവർക്കൊരു അവധിക്കാലമില്ല. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ വാപ്പമാരുടെ കൂടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ കൂടെ അവരുടെ തൊഴിലുകളിലൊക്കെ സഹായികളായി പോയിരുന്നൊരു കാലമായിരുന്നല്ലോ. വിദ്യാഭ്യാസത്തിന് കൃത്യമായ ബോധവൽക്കരണമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അന്നത്തെ രക്ഷിതാക്കളെ കാര്യത്തിലൊന്നും ഗൗരവമായി ആലോചിച്ചിട്ടുമില്ല. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ മുതൽ മുടക്ക് മുഴുവൻ വിദ്യാഭ്യാസത്തിലാണ്. നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മക്കളെ ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ എന്നതുകൊണ്ട് ഭരണകൂടമായാലും ഇനി മഹല്ലുകളായാലും കുടുംബമായാലും ഒക്കെ കുട്ടികളും അവരുടെ പഠനവും ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരുന്നുണ്ട്. അതിൽ അവർക്ക് ഔപചാരികമായി ഒഴിഞ്ഞു കിട്ടുന്ന 2 മാസമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരവധി ഇല്ല. അവൻ്റെ വിദ്യാഭ്യാസമായിരുന്നാലും ശരി, ഉദ്യോഗമായിരുന്നാലും ശരി, അതിലൊരു റിട്ടയർമെൻറ്റോ അതിലൊരു അവസാനമൊന്നുമില്ലല്ലോ. കാരണം ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ല അവൻ്റെ ജീവിതം. അവൻ പരലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മരണം എന്നാണോ ആ സമയം വരെ, അല്ലെങ്കിൽ അവന് ബോധം നഷ്ടപ്പെടുന്നത് വരെ അവൻ ശുഗലല മഷ്ഗൂല മുഴുകിയവനാണ്. അത് അറിവ് നേടുന്ന കാര്യത്തിലായിരുന്നാലും ശരി, അതേപോലെ തന്നെ പരലോകത്തിലേക്കുള്ള മറ്റു വിഭവങ്ങൾ ഒരുക്കുന്നതിലായിരുന്നാലും ശരി, അവനൊരു ഒഴിവ് സമയമേ ഇല്ല. എന്നാലും റസൂലുള്ള പറഞ്ഞൊരു വചനമുണ്ട്,
നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അതിൽ മിക്ക മനുഷ്യരും ചതിക്കപ്പെട്ടിരിക്കുകയാണ്, വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, കടത്തിലായിരിക്കുകയാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും എന്ന് പറഞ്ഞു കാണാം റസൂലിന്. ഒരു നിശ്ചിത അവധിക്കാലം ഒന്നുമില്ലെങ്കിലും ജീവിതത്തിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങൾ, അത് മിക്ക മനുഷ്യരും അതിൽ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കടത്തിലായിരിക്കുന്നുവെന്നും ഒക്കെ റസൂലുള്ള പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഒരു അവധിക്കാലത്തിനെ കുറിച്ച് രക്ഷിതാക്കളായ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകമായി ഉണർത്തുന്നത്. നമ്മുടെ മക്കൾ കഴിഞ്ഞ 10 മാസം പഠനത്തിൻ്റെ തിരക്കിലാണ്. എന്തു പഠനത്തിൻ്റെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ദുനിയാവിലെ അന്നമൊരുക്കേണ്ട പഠനത്തിൻ്റെ. അല്ലെ, നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതുമാത്രമാണ്. ഒരു 10, 60, 70 ഒക്കെ വയസ്സ് വരെ ഇവിടെ ജീവിക്കാൻ അവൻ ഏറ്റവും നല്ല സ്റ്റാറ്റസിൽ, സാമൂഹിക പദവിയിൽ, നല്ല അധികാരത്തോടെ, നല്ല സമ്പത്തോടെ, നല്ല സൗകര്യങ്ങളോടെ അവന് അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണ് ഈ 10 മാസത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം, ലക്ഷ്യം. സംഗതി നമ്മളൊക്കെ പരലോക വിശ്വാസികളാണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലെ നമ്മൾ പരലോകത്തിനെ ആലോചിക്കാറുള്ളൂ പലപ്പോഴും. ഒരുപക്ഷെ നമ്മൾ കേരളക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചൊരു വലിയ അനുഗ്രഹമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ മദ്രസ പഠനം എന്ന് പറയുന്ന ഔദ്യോഗിക മതപഠനം. പിൽക്കാലത്ത് നിരീശ്വരവാദിയോ അല്ലെങ്കിൽ പറഞ്ഞ എക്സ് മുസ്ലിമോ ഇനി വേറെ ആരോ ഒക്കെ ആയി വരാനുള്ള കുട്ടിയും ഈ കുഞ്ഞുനാളില് ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മദ്രസ നടത്തുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഞങ്ങളുടെ മദ്രസയിലുള്ള കുറേ കുട്ടികൾ അവരൊക്കെ രക്ഷിതാക്കൾ മതബോധമൊന്നും ഇല്ലാത്തവരും മതം വേണമെന്നില്ല എന്ന അഭിപ്രായമുള്ളവരുമാണ്. പിന്നെ ഏതൊക്കെ വല്യപ്പൻ്റെയും വല്യമ്മൻ്റെയൊക്കെ നിർബന്ധത്തിന് എന്നാ നിങ്ങൾ മദ്രസയിൽ കൊണ്ടാകാൻ ഞാൻ കഴിയൂല, കൊണ്ടാക്കാൻ ബാപ്പാന്നുള്ളവർക്ക് എനിക്ക് കഴിയില്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളല്ലേ, ഞങ്ങൾ ഓൺലൈനിലിടെ ആക്കിക്കോളി വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ആക്കുന്നു എന്ന്. അങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ പിൽക്കാലത്ത് ഒരു പക്ഷേ ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്ന ഒരു കുഞ്ഞാണെങ്കിലും അവൻ മുസ്ലിം വീട്ടിൽ ജനിച്ചതാണെങ്കിൽ അവന് ഔപചാരികമായ മദ്രസ വിദ്യാഭ്യാസം ഓൺലൈനോ ഓഫ്ലൈനോ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് ലഭിച്ചൊരു മഹത്തായ അനുഗ്രഹമാണ്. പക്ഷെ ആ സംവിധാനവും ഇപ്പോൾ വേണ്ടത്ര നമ്മൾ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നതൊരു ശരിയാണ്. മുമ്പൊക്കെ നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ സ്കൂളിന് ഒരു കൊല്ലം മുമ്പേ മദ്രസ തുടങ്ങിയവരാണ്. സ്കൂളിലേക്ക് വയസ്സായിട്ടില്ല, മദ്രസയിൽ നിന്നും തുടങ്ങിക്കോട്ടെ ഈ കൊല്ലം എന്ന് കരുതുന്നവരെ. എന്ന് മാത്രമല്ല, അന്ന് നമുക്ക് 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും അത് കഴിഞ്ഞ് പള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന ദർസുകളിലുമൊക്കെ നമ്മൾ പഠിച്ചു. ആ കൂട്ടത്തിൽ സ്കൂളൊക്കെ പോയവരുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ആ ചിന്ത കൂടുതലായപ്പോൾ ഈ മതവിദ്യാഭ്യാസമൊക്കെ സൈഡായി പോയി എന്നൊരു വസ്തുതയാണ്. പുതിയ നമ്മുടെ മക്കൾ അവർ സ്കൂളിനെ കുറിച്ചും പരാതിയുണ്ട്. 10ാം ക്ലാസ് പാസ്സായിട്ടും പേരെഴുതാൻ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നൊരു വകുപ്പുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും എന്നിടത്താണ് നിൽക്കുന്നത്. അഥവാ മദ്രസയിൽ അവൻ 7 കൊല്ലം പഠിച്ചിരിക്കുന്നു, 7ാം ക്ലാസ് വരെ പോയിക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡറി 10ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവന് നിസ്കരിക്കാൻ അറിയില്ല. അവിടെയാണ് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മളൊക്കെ പ്രത്യേകിച്ചും ഈ അവധി സമയത്തൊക്കെ പ്രത്യേകം ആലോചിക്കേണ്ടത്. നമ്മൾ ഈ സമയവും കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സോ അതുപോലെയുള്ള എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പഠിപ്പിക്കാനുള്ള തിരക്കുകളിലാണ്. സർക്കാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ അവധിക്കാലം അവർക്ക് കൊടുക്കി, അവരെ ഇനി ഔപചാരിക പഠനത്തിലേക്ക് നിങ്ങൾ വിടലിയാണ്. പക്ഷെ നമുക്ക് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നമ്മുടെ കുട്ടി എവിടെയെങ്കിലുമൊക്കെ എത്താൻ വേണ്ടി ആ ഒഴിവു സമയവും പരമാവധി നമ്മൾ പഠനത്തിന് ഉപയോഗിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് ഈ ഔപചാരിക മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നത് പലപ്പോഴും അവരുടെ ബാല്യകാലത്താണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ കാഴ്ചപ്പാടുകൾ കിട്ടുന്നതിന് മുമ്പുള്ള കാലത്താണ്. 10ഓ 12ഓ വയസ്സ് വരെയൊക്കെ അല്ലേ നമ്മുടെ മക്കൾ മദ്രസയിലുള്ളത്. അവരവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ നല്ല മാർക്കോടെ ജയിച്ചിട്ടുണ്ട്, ഉയർന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ജീവിതത്തിലേക്ക് ഉപയോഗിച്ച് തുടങ്ങേണ്ട കാലം മുതൽ
അവൻ കണക്ഷൻ പോയിട്ടുണ്ട്. അല്ലേ, നമ്മൾ പറയലുണ്ട് ഇപ്പൊ കുടുംബക്കാരെ കാണാൻ പോവാണെങ്കിൽ അവിടെ വൈഫൈ ഉണ്ടോ നോക്കിയിട്ടാ പോവുള്ളൂ മക്കള്. അല്ലെ, ആ ഒരു കണക്ഷൻ, മതപരമായ ആ ഒരു വൈഫൈ ബന്ധം ഇല്ലാതെ പോകുന്നു എന്നതാണ് നമ്മുടെ ഒരുപക്ഷെ സമൂഹം അനുഭവിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. പല തിന്മകളുടെയും മുന്നിൽ വന്ന് നിൽക്കുന്നവര് ഔപചാരികമായ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം കിട്ടിയവർ കൂടിയാണ് എന്ന് നമ്മൾ അറിയുന്നത് അവിടെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഈ ഒരു വിഷയമാണ്. അഥവാ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ 10 കഴിഞ്ഞ് +1 ഒക്കെ പോകുന്ന നമ്മുടെ മക്കൾ എവിടേക്കാ എത്തുന്നത്? അവരെ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഉന്നത റാങ്കുകൾ കിട്ടുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞുകൊണ്ടാക്കുമ്പോൾ അത് ഏതെല്ലാമോ കേന്ദ്രങ്ങളിലാണ്, ഏതെല്ലാമോ മാനേജ്മെന്റുകൾ നടത്തുന്നവയാണ്. ഇനി അഥവാ സർക്കാരിൻ്റെത് തന്നെയാണെങ്കിൽ പോലും പുതിയ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ സ്ഥിതി എന്താ? ഇപ്പൊ നമ്മൾ ഈ മാർച്ച് 31 തലേന്ന് മന്ത്രിയുടെ ഒക്കെ തന്നെ ഔദ്യോഗിക പ്രസ്താവന, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ ഔദ്യോഗിക പ്രസ്താവന കണ്ടില്ലേ? നാളെ നിങ്ങളെല്ലാവരും വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന്. മാർച്ച് 31 എന്തായിരുന്നു ആ ദിവസത്തിന്റെ പ്രത്യേകത? അല്ലെ, നമ്മളെ കുട്ടികളൊക്കെ പറയും ഫെയർവെല്ലേ, യാത്രയപ്പാണ് അവർക്ക്. അവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട്, അല്ലെ ഹയർ സെക്കൻഡറി ഉണ്ട്, എന്നാ വണ്ടി അതിലെ പോകണ്ട, നമുക്ക് ഈ വഴിക്ക് പോകാന്നാണ് നമ്മൾ പറയണത് അന്ന് മാർച്ച് 31. കാരണം അവിടെ ബ്ലോക്കായി, അല്ലെ, അവിടെ എന്തൊക്കെ പ്രശ്നം നടക്കുക എന്നറിയില്ല. ഇത് ഒരു വിദ്യാലയം തുറക്കുമ്പോൾ 100 ജയിലുകൾ അടയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന കാലത്തും നാട്ടിലൊക്കെയാണ് നമ്മൾ. അല്ലെ, എന്തേ അതിന് കാരണം? അതിലെന്തേ നമ്മുടെ മക്കളും ചെന്ന് പെടുന്നു? അല്ലെ, അതിന്റെ കാരണം നമ്മുടെ മക്കളും ഈ പറഞ്ഞ ഔപചാരിക വിദ്യാഭ്യാസം കിട്ടിയവരും അതിൽ പെടുന്നത് അതിനുശേഷം അവൻ അതുമായിട്ടൊരു ബന്ധം ഉണ്ടായില്ല എന്നാണ്. നിങ്ങളെ വീട്ടിലെ മദ്രസയിൽ പോകുന്ന കുട്ടിനോട് ഒരു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു നോക്കി, അവൻ എടുത്തുകൊണ്ടുവരും, അവളെ എടുത്തുകൊണ്ടുവരും. അവളുടെ അല്ലെങ്കിൽ അവന്റെ ഖുർആൻ 5ാം ക്ലാസ് 2ാം ക്ലാസ്സിലോ 3ലോ ആണെങ്കിൽ ഇപ്പോൾ പക്ഷെ 1ഓ 2ഓ ജുസുവിന്റെ അല്ലെങ്കിൽ താഴത്തെ 15 ജുസുവിന്റെ ഒരു മുസാഫം കൊണ്ടുതരും. 5ലോ 6ലോ 7ലോ ഒക്കെ ആണെങ്കിൽ അവനൊരു ഫുള്ള് മുസാഫ് കൊണ്ടുതരും. അവന്റെ മുസാഫാണത്, അവളുടെ മുസാഫാണത്. എന്നാൽ 8ാം ക്ലാസ്സിൽ പോണ കുട്ടീനോട് നിങ്ങളൊരു മുസാഫ് വെച്ച് നോക്കി, ഉമ്മ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അവൾ ഉമ്മ എന്ന് വിളിക്കും. എന്തേ? മോനറിയില്ല, ഓക്കറിയില്ല. കാരണം ഓല മദ്രസ കഴിഞ്ഞില്ലേ, ഇനി അവരുമായിട്ടുള്ള ഖുർആന്റെ ബന്ധം. അല്ലെ, 10ലോ +2നൊക്കെ പഠിക്കുന്ന കുട്ടീനോട് ചോദിച്ചു നോക്കൂ നിങ്ങള്, അവനും തിരയേണ്ടി വരും, അവൾക്കും തിരയേണ്ടി വരും. കാരണം അവരുടെ ജീവിതത്തിൽ അതിന് ബന്ധമല്ല. കാരണം അത് 7ാം ക്ലാസ്സിൽ തീർന്നിട്ടും. നമ്മൾ നല്ലൊരു വിഭാഗത്തിന്റെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ നമ്മളെയാണോ, രക്ഷിതാക്കൾ എന്നുള്ളത് നമ്മളെയാണോ പറയേണ്ടത് എന്നായിരിക്കും ചോദ്യം. അത് നമ്മൾ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ടീനേജ് എന്ന് പറയുന്നത് ഇപ്പൊ 13 വയസ്സ് മുതൽക്ക് 19 വയസ്സ് വരെയുള്ള കാലത്തിനെയാണ് ടീനേജ് എന്ന് പറയുക. അല്ലെ, 13, 14, 15 എന്നൊക്കെ പറയുന്ന ആ പ്രായം, അത് കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഞാൻ ആരാണ് എന്നൊരാൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ശരീരം കൊണ്ട് തിരിച്ചറിയുകയും അവന്റെ ശരീരത്തിലേക്ക് ചില പ്രത്യേക ഹോർമോണുകളൊക്കെ ഏറെയായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആണും പെണ്ണുമൊക്കെ ആയി വേർതിരിച്ചറിയേണ്ട കാലമാവുകയും ഒക്കെ ചെയ്യുന്ന, മാനസികമായും ശാരീരികമായും ഒക്കെ ഏറെ മാറ്റങ്ങൾ നടക്കുന്ന വളരെ സംഘർഷഭരിതമായ ഒരു കാലമാണ് ആ പ്രായം. അന്നാണ് ഈ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ദൂരേക്ക് പോണത്, അല്ലെ, ദൂരെയുള്ള വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞതുപോലെ ലിബറലിസവും മതനിരാസവും ഒക്കെ തന്നെ ഔപചാരികമായി പഠിക്കാൻ അവസരമുള്ള സന്ദർഭങ്ങളിലേക്ക് പോകുന്നത്. അവന് വെള്ളിയാഴ്ച അല്ല, ജുമാ അല്ല, മതപഠന ക്ലാസ്സുകളില്ല, ക്യാമ്പുകളില്ല, പരിപാടികൾക്കൊന്നും അവനില്ല, അല്ലെങ്കിൽ അവളില്ല. ഇനി നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ പറയും അവർ പഠനത്തിന്റെ തിരക്കിലാണ്. പിന്നെ ആ പഠന കാര്യങ്ങളിലൊന്നും അത്രയും താല്പര്യമില്ലാത്ത മക്കളാണെങ്കിലോ ഓലിപ്പോ നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞു എന്ന് ഓല് കേൾക്കൂല എന്നുമാണ്. അല്ലെ, വാപ്പന്റെ ഇമ്മന്റെ ഒക്കെ പ്രധാന പരാതി എന്താ?
അവർ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ഏത് കുട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? ഈ 8ാം ക്ലാസ് പഠിക്കുന്ന 9ൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിന് ഭരണകൂടങ്ങൾക്ക് അതിന് പങ്കുണ്ട്, സമൂഹത്തിന് പങ്കുണ്ട്, നിയമപീഠങ്ങൾക്ക് പങ്കുണ്ട്, പലർക്കും ഉണ്ട്. പക്ഷേ പൂച്ചക്കാർ മണി കെട്ടുന്നു ചോദിച്ചെടുക്കുക. അങ്ങനെ അവർ ഓർഡർ കൊടുക്കണം, എന്ത്? നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണേ. ഞങ്ങൾക്കും ആവില്ല. പോലീസുകാരോട് പറഞ്ഞാൽ ഓല് പറയും മാഷേ പ്രശ്നമാണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായപ്പോൾ നമ്മക്കതിലൊന്നും ഇടപെടാൻ കഴിയില്ല. അല്ലെ? അധ്യാപകന്മാര് ഇവരോടാണല്ലോ, നിയമപാലകരോടാണല്ലോ പരാതിപ്പെടാറുള്ളത് പോയിട്ട്. അപ്പോൾ ഓൾക്ക് പറയാനുള്ള ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അവരെയൊക്കെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന കുറെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ വേറെയുണ്ട്. കാരണം അവർക്ക് ഇവരൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അവധിക്കാലം നമ്മൾ അവർക്ക് നല്ല അധ്യാപകരാവുക എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എനിക്ക് പറയാനുള്ളത്, നമുക്ക് മഹല്ലുകൾക്ക്, മുസ്ലിം സംഘടനകൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ വെക്കേഷൻ, വേനൽ അവധിക്കാലം അവർക്ക് ദീനിയായ, അവർ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഇവിടെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് MSM-ഉം അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി IGM-ഉം സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന MGM ഒക്കെ അല്ലേ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ സംവിധാനം ഉണ്ടാകണം. നമ്മുടെ മുഴുവൻ മക്കളും, ഈ പറഞ്ഞ മദ്രസാ പ്രായം കഴിഞ്ഞ മുഴുവൻ മക്കൾക്കും ആവശ്യമായ വേനൽക്കാല കോഴ്സുകൾ, ക്യാമ്പുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നടക്കുന്നുണ്ട് നാട്ടിൽ പലയിടത്തും, ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ അവിടെ എത്തുന്നുണ്ടോ എന്നതാണ്. അല്ലെ? അവൻ ഫുള്ള് A+ വാങ്ങിക്കൊണ്ടുവച്ച സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ടാവും മദ്രസേത്തത്. പക്ഷെ പിന്നീട് അവൻ പഠിച്ച ബയോളജിയിൽ, അല്ലെ, അവൻ പഠിച്ച ഹിസ്റ്ററിയിൽ പലതും അവൻ മദ്രസയിൽ നിന്ന് പഠിച്ചതുമായിട്ട് വിരുദ്ധമാണ്. അവൻ പഠിച്ച ശാസ്ത്രം പലതും ഈ പറഞ്ഞ ശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളുമായി യോജിക്കുന്നില്ലല്ലോ എന്ന് അവന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അധ്യാപനം നടന്നത്. ചോദിക്കാനൊരു ലിങ്ക് ഇല്ല. അല്ലെ? പണ്ട് നമ്മുടെ അധ്യാപകരൊക്കെ ആ നാട്ടിൽ താമസിക്കുന്നവരായിരുന്നു. അല്ലെ? അവരാ പള്ളികളിൽ ഉണ്ടായിരുന്നു. ആ രക്ഷിതാക്കളും ആ മക്കളും ആ അധ്യാപകരൊക്കെ തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഈ 1.5 മണിക്കൂർ മദ്രസക്ക് പുറത്ത് അല്ലെങ്കിൽ 2 മണിക്കൂർ മദ്രസക്ക് പുറത്ത് നിരീക്ഷിക്കാനും അവരെ ഉണർത്താനും ഉപദേശിക്കാനും ഉത്ബോധിപ്പിക്കാനും മാതൃക കാണിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ആളുകളും അവസരങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചേ പറ്റൂ. അത് ഈ പ്രത്യേകിച്ചും ഈ പറഞ്ഞ 7ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ ഈ ടീനേജ് പ്രായക്കാരായിട്ടുള്ള കോളേജ് വരെ പോകുന്ന ആ മക്കള് വമ്പൻ സംഘർഷത്തിലവർ. നിങ്ങൾക്കറിയോ, നമ്മളൊന്നും പഠിച്ച കാലമൊന്നല്ല അവർ. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞത് അപൂർവമായിരുന്നു. എന്ന് മാത്രമല്ല, അന്ന് പഠിച്ചതും സമൂഹവും തമ്മിൽ ഏകദേശം ഒത്തുപോകുകയായിരുന്നു. അധർമ്മങ്ങളുടെ, അനിസ്ലാമികതകളുടെയൊക്കെ അവസരങ്ങൾ കുറവായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പറയാറില്ലേ, ഒരു പ്രേമം ഒക്കെ കൊണ്ടുനടക്കണമെങ്കിലുള്ള കഷ്ടപ്പാട്, അല്ലെ? ഒരു കത്ത് കൊടുക്കണമെങ്കിലും ഒന്ന് കാണണമെങ്കിലും മിണ്ടണമെങ്കിലും എന്നൊക്കെ, അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഒരു അച്ചടക്കത്തിലൊക്കെ നമുക്ക് സമൂഹത്തിന് ധാർമ്മികമായി വളരാൻ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? അല്ലെ? ഇന്നത്തെ മക്കളുടെ കൂട്ടുകാരെവിടെയാ? ആദ്യം നമുക്ക് കൂട്ടുകാരെ അറിയായിരുന്നു, അല്ലെ? അവന് ഇന്നയാളെ മോനാണ്, ഇന്നയാളെ മോളാണ് എന്നൊക്കെ നമുക്ക് അറിയായിരുന്നു. ഇന്നത്തെ കൂട്ടുകാരെവിടെയുള്ളത്? മോൻ ചിലപ്പോൾ ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ എവിടെയൊക്കെയാണല്ലോ അല്ലെ കൂട്ടുകാർ. അല്ലെ? ഇതൊക്കെ വേണ്ടാന്നാക്കാൻ പറ്റുമോ? പറ്റൂല. ഒക്കത്തിനും നോ പറഞ്ഞാൽ വാ എന്ന് പറഞ്ഞ് ചെവി പിടിച്ച് നടക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞുപോയി. പക്ഷെ അവിടങ്ങളിൽ ഇവർക്ക് കൃത്യമായ ഉത്ബോധനങ്ങൾ നൽകുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായും ഈ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്നവരായി മാറും. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ് ഞാൻ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സ്വത്തും സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, ബന്ധിതങ്ങളാണ്. എന്തിനാ സ്വത്തുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഏതൊരു വാപ്പയും പറയും അയാൾക്ക് ജീവിക്കാനാ? അല്ല,
കുടുംബം പോറ്റാൻ. ആരാ ഈ കുടുംബം? മക്കളാണ് അല്ലെ? മക്കളെ പോറ്റാനാണ് അധ്വാനിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നില്ലേ? ഓരോ മനുഷ്യർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ, ജീവിതത്തിന് അവർ എടുക്കുന്ന എഫേർട്ടുകൾ, 2 രൂപ കിട്ടാൻ വേണ്ടി അല്ലെ? അവർ സഹിക്കുന്ന ത്യാഗങ്ങൾ എന്തിനാ? അയാൾക്ക് ജീവിക്കാനാണ്. ഞാൻ തണ്ടി തന്നെ ജീവിച്ചോളൂ, എനിക്ക് പ്രശ്നമല്ല, പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെ ആകരുത് അല്ലെ? അവിടെയാണ് ആ മക്കൾ നിങ്ങളെ അശ്രദ്ധയിലാക്കരുതേ അള്ളാഹുവിനെ ഓർക്കുന്നത്. ഇന്ന് മക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? അത് അള്ളാഹുവിന്റെ ഹിബയാണ് അല്ലെ? അള്ളാഹുവിന്റെ സമ്മാനങ്ങളാണ് അവർ. ആ സമ്മാനം ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടവരാ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ. ആ മക്കള് നമ്മുടെ സർവകാല വരുമാനമാണ്. ഓൻ്റെ 5 6 വരുന്ന ശമ്പളമല്ല, അത് നമുക്കറിയാം. നമ്മളൊക്കെ എന്തെന്ന് ആലോചിക്കുന്നത്? മക്കളെ ചെലവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര വാപ്പമാരുണ്ട് ഇവിടെ? ഓൻ നല്ല പൈസയൊക്കെ ആയിട്ട് എന്നിട്ട് വേണം നമുക്കൊന്ന് സുഖമായി ജീവിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുന്നത് ആ അവസാന ശ്വാസം വരെ എൻ്റെ ചെലവിൽ ഞാൻ കഴിയണം അല്ലെ? എനിക്കൊരു മരുന്ന് വാങ്ങാൻ, എനിക്കൊരു കട്ടൻ ചായ വാങ്ങിത്തരാൻ എൻ്റെ മോനെ ആശ്രയിക്കേണ്ടി വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഓനുണ്ടാവണം, അവന് ഇഷ്ടം പോലെ ഉണ്ടാവണം അല്ലെ? അപ്പം പിന്നെ മക്കളുടെ വരുമാനത്തിനല്ല നമ്മൾ ജീവിക്കുന്നത്, അവർ നമുക്ക് വരുമാനമാകാനാണ്. എന്നത്തേക്ക്? നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്ക് അല്ലെ? ഒരു പക്ഷേ നമുക്ക് ആ ഒരു കുഞ്ഞുകാലം പോലെ തന്നെ ഒരു വാർദ്ധക്യത്തിന്റെ കാലം വരുമല്ലോ. അന്ന് ഈ പറഞ്ഞ പോലെ പൈസക്ക് എത്ര ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല. മക്കൾക്ക് മക്കൾ തന്നെ വേണ്ടി വരുമല്ലോ, അവരുടെ തണലും സഹായവും ഒക്കെ വേണ്ടി വരുമല്ലോ. അന്നത്തേക്കും ഉപകാരപ്പെടണം, പിന്നെ എന്നത്തേക്കും ഉപകാരപ്പെടണം. അതിന് ഉപകാരപ്പെടണമെങ്കിൽ ഈ MBBS-നും എൻട്രൻസിനും ഗേറ്റിനും നീറ്റിനും ഒക്കെ ആയിട്ട് പായുന്നതിനിടയിൽ ആ മക്കൾക്ക് ഈ ദീനിയായ ഉത്ബോധനം ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പുതിയതൊന്നുമല്ല. 7ാം ക്ലാസ് വരെ നന്നായി പഠിച്ചാൽ ആ മദ്രസന്റെ സിലബസ് ഏകദേശം നമുക്ക് ജീവിക്കാനുള്ള ദീനൊക്കെ അതിലുണ്ട് അല്ലെ? നമ്മുടെ മക്കളങ്ങൾ 8ലോ 9ലോ പഠിക്കുന്ന മക്കളെ വിളിച്ചു നോക്കി, മോനെ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഒന്ന് ചൊല്ലി എന്ന് പറയും. നമ്മളത് അടക്കട്ടെ, ഞാൻ ചോദിക്കുന്നില്ല അല്ലെ? ഞാൻ ഈ മിമ്പർമെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കൊഴഞ്ഞു പോകും, എനിക്കറിയില്ല. അന്നത്തെ കാലം അങ്ങനെയാ പോണേ. ഇവിടുത്തെ എത്ര വലിയ കാള് ഉണ്ടാകുന്നതിലേറെ നല്ലത് എനിക്ക് മയ്യത്ത് നമസ്കരിക്കാൻ മുന്നിൽ നിൽക്കേണ്ടത് എൻ്റെ മോനാ അല്ലെ? ഓൻ ഇവിടുത്തെ കുറെ സ്റ്റാറുള്ള ആളായിരിക്കാം അല്ലെ? ഗൺമാനും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആളായിരിക്കാം മോൻ. പക്ഷെ എൻ്റെ മയ്യത്ത് സ്കരിക്കേണ്ടത് ഈ പള്ളിയിലെ മൗലവിയല്ല, ആ മനുഷ്യനാ. ആ മോന് കഴിയോ അല്ലെ? ആ മോൾക്ക് കഴിയുമോ? വീട്ടിൽ ഉമ്മമാർ നിസ്കരിക്കുന്നു, മോളെ നിൽക്ക് എന്ന് പറഞ്ഞ അല്ലെ? ആ പ്രാർത്ഥന പൂർണ്ണമായിട്ടില്ലെങ്കിലും അതിന്റെ ആകുന്ന ഭാഗം തന്നെങ്കിലും ചൊല്ലാൻ പഠിച്ചിട്ടുണ്ട് അവൻ, മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ അവധി സമയം അത് ദീനിയായ പഠനത്തിന് ഉപയോഗപ്പെടുത്തുക. പൂർണ്ണമായൊന്നല്ല, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. അതിൻ്റെ ഒരു ഭാഗം ഔദ്യോഗികമായ ഔപചാരികമായ മതപഠനത്തിനുള്ള അവസരത്തിനെ കുറിച്ച് ആലോചിക്കുക. അത് നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇസ്ലാമിക സംഘടനകളുണ്ട് ഇവിടെ, മഹല്ല് സംവിധാനം ശക്തമാണ് ഇവിടെ. പക്ഷെ അവരൊക്കെ പരാജയപ്പെടുന്നത് അതിന് കുട്ടികളെ കിട്ടാനില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രായത്തിലുള്ള മക്കളുണ്ട് എങ്കിൽ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ, ഈ പറഞ്ഞ ഉമ്മമാരുടെ MGM-ന്റെ അടക്കം നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ വരട്ടെ, അതിലേക്ക് നമ്മുടെ മക്കളെത്തട്ടെ. അങ്ങനെ നമുക്ക് നാളെ മരണാനന്തരം ഉപയോഗപ്പെടുന്ന മക്കളെ അള്ളാഹു നൽകിയ ആ സമ്മാനങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ കിട്ടുന്ന അനർഘ നിമിഷങ്ങളാണ് ഈ വേനൽക്കാലാവധി എന്ന് ഞാൻ സൂചിപ്പിച്ചു.
ആ സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസം 10 മാസം അവർക്ക് വേണ്ടത്ര ലഭിക്കാതെ പോയ പാരത്രിക ജീവിത വിജയത്തിനാവശ്യമായ വിവരമാണ് എന്നുമാണ് പറഞ്ഞു വന്നത്. അദബ് നൽകാൻ അല്ലേ, നമ്മൾ അലിഫുൻ അദബ് എന്ന് പറഞ്ഞ് പഠിച്ചവരാ അല്ലേ. ജീവിതത്തിൻ്റെ സംസ്കാരം എന്താണ്? ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം? രാഷ്ട്രീയത്തിലാണെങ്കിൽ എങ്ങനെയാവണം? അവൻ കച്ചവടത്തിലാണെങ്കിൽ എങ്ങനെയാവണം അല്ലെ? അവനൊരു ഉദ്യോഗത്തിലാകണമെങ്കിൽ എങ്ങനെയാവണം? ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുള്ള പഠനം അവൻ പുറത്തുനിന്നൊന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അവൻ പഠിച്ച കരിക്കുലത്തിലൂടെ സിലബസിലൂടെയൊക്കെ കുറേ നേടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ധാർമ്മികമായ ഒരു വശമുണ്ട്. ആ ധാർമ്മികമായ വശം അവൻ അവിടുന്ന് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള വിവരം അവന് കിട്ടുന്നുണ്ട് അല്ലെ. അഥവാ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. ഇപ്പൊ ഒരൊറ്റ മതമേ ഉള്ളൂ. ഏതാണ് ആ മതം? ഒരു മതമേ ഉള്ളൂ. അത് നമ്മൾ പറയുന്നത് കുറേ ഉണ്ട്. ഇതിൻ്റെ ഒറ്റ മതമുള്ളൂ. ആ മതത്തിൻ്റെ പേര് സുഖം എന്നാണ്. ഒറ്റ മതം. ഹിന്ദു ഇല്ല, മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനിയൊന്നുമില്ല. ഒരൊറ്റ മതമുള്ളൂ, സുഖം. സുഖം കിട്ടാനുള്ള കുറേ ലഹരികൾ, അതാണ് അവൻ്റെ ധാർമ്മികത. അത് ഗാനമാകാം, കലയാകാം, സാഹിത്യമാകാം, കളിയാകാം, എന്തുമാകാം. അതൊക്കെ അവന് ലഹരിയാണ്. അതാണ് അവൻ്റെ ധാർമ്മികത. മോനെ ആ പാട്ട് ശരിയല്ലെന്ന് പറയുമ്പം ഉപ്പ അല്ലെ വല്യപ്പ, അത് നിങ്ങളെ കാലത്തിൻ്റെ പ്രശ്നം എന്നാ പറയുള്ളൂ. ആ പാടിയതെന്താ മോനത് അറിയണ്ടേയില്ല. മോനെ ഇതിൽ ഹരണ്ട് അല്ലെ. മോനെ ഇപ്പം കളിക്കുന്നത് ശരിയല്ല അല്ലെ എന്ന് പറയുമ്പം എന്താ ശരിയല്ലാത്തത്? നിങ്ങളെ കാലം അങ്ങനെയായിരുന്നു, ഞങ്ങളെ കാലം എങ്ങനെയല്ലേ അല്ലെ. അവൻ പഠിക്കുന്നത്, അവനെ പഠിപ്പിക്കുന്നത്, അവൻ ലോകത്ത് കാണുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരെ കുറ്റപ്പെടുത്തരുത്. അവർക്ക് ശരി എന്താണെന്ന് കാണിച്ചു കൊടുക്കുക വേണ്ടത്. അതുകൊണ്ട് ആ അദബ്, ആ സംസ്കാരം, ആ ധാർമ്മിക ബോധനം നൽകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. ദീനൊക്കെ തമാശയായിപ്പോയി അല്ലേ. നമ്മൾ ഒരുപാട് ടെൻഷനിലാണ്. ഈ കുട്ടികൾ മുതൽക്ക് നമ്മളൊക്കെ ഒരുപാട് ടെൻഷനുകളിലാണ് ജീവിക്കുന്നത് അല്ലെ. പണ്ടൊക്കെ വല്യമ്മമാരൊക്കെ പറഞ്ഞ് ചില വർത്താനം ഉണ്ടായിരുന്നല്ലോ, പടച്ചോൻ എന്താ തൊള്ള കൊടുത്തിട്ടുണ്ട്, കയ്യും കാലും കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഓരോരു പ്രസവത്തിനെ കുറിച്ച്, ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ കാഴ്ചപ്പാട് അത്രയ്ക്കുള്ള ഒക്കെ തവക്കുല, ഒക്കെ റബ്ബായിക്കോളും നിങ്ങള് അല്ലെ. പക്ഷെ ഇന്നിപ്പോ എന്താ? ഇന്ന് നമ്മൾ ഫുൾ ബേജാറിലാണ് ആ കുഞ്ഞിനെ കുറിച്ച്, ആ കുടുംബത്തിനെ കുറിച്ച്, അവൻ്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, അവൻ്റെ ഭാവിയെക്കുറിച്ച് അല്ലെ. ഈ ടെൻഷനുകളിൽ നിന്നൊരു സമാധാനം കിട്ടാൻ ഫുള്ള് നമ്മൾ തമാശയാക്കാം അല്ലെ. ആരാധനകൾ പോലും തമാശയല്ലേ. ഖുർആൻ പറഞ്ഞു കാണാം, മക്കാ മുശ്രിക്കുകളുടെ ആരാധന കുറിച്ച് കൊട്ടും പാട്ടുമാണ്. ഇന്നിപ്പോൾ എന്തോ നിസ്കാരത്തിലേക്ക് കണ്ട വന്നിട്ടില്ല, ബാക്കി എല്ലായിടത്തും അതല്ലേ. ഇപ്പോൾ ഒരു നബിദിനം ആഘോഷിക്കണം നോക്കി നിങ്ങൾ അല്ലേ. നബിൻ്റെ ജന്മദിനം സന്തോഷം കൊണ്ട് ആഘോഷിക്കുക, അങ്ങനെ കൊട്ടും പാട്ടുമാണ് അല്ലെ. വളരെ പുണ്യകരമായൊരു സന്ദർഭമാണ് നമ്മുടെ കല്യാണം. സന്തോഷിക്കാവുന്നതാണ്. സന്തോഷത്തിൽ പാട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നത് എന്ത് സന്തോഷമാണ്? നമ്മളൊരു വീട് താമസം അല്ലെ. ജീവിതത്തിൽ ഇതൊക്കെ പുണ്യല്ലേ, അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടേണ്ട കാര്യമല്ലേ. പക്ഷെ അവിടങ്ങളിലെല്ലാം നമ്മൾ തമാശയാക്കി, ഫുള്ള് തമാശയാക്കി. ഒരു പുതിയ എണ്ണിനെയും പുതിയ ചെക്കനെയൊക്കെ നമ്മൾ കൊണ്ടുപോകണം പോലെ കണ്ടില്ല നിങ്ങൾ, എല്ലാം തമാശ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ്. അവിടെയാണ് ഇന്നമദ്ദുനിയ ലഇബുൻ വലഹ്വുൻ, ഈ ദുനിയാവ് കളിയും തമാശയൊക്കെ തന്നെയാണ്. പക്ഷേ പരലോകം ലഹിയൽ ഹയവാൻ, അവിടെയാണ് കേട്ടോ ജീവിതം അല്ലെ. അവിടേക്കാണ് കേട്ടോ നിങ്ങൾ വരുമാനം ഉണ്ടാക്കേണ്ടത് എന്ന ഖുർആനിക അധ്യാപനം നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കളോടും ഒറ്റ വാക്ക് മാത്രം അവസാനം അക്കാര്യത്തിൽ ഉണർത്തുന്നു. നമുക്കൊരുപാട് കളികളും വിനോദങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ വേണം. ഒരു പക്ഷേ ഈ പറഞ്ഞ 10 മാസം രാവിലെ ട്യൂഷൻ, രാവിലെ മദ്രസ, അത് കഴിഞ്ഞ് ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠനം, അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്യൂഷൻ, സ്കൂൾ, ഇങ്ങനെ പറഞ്ഞു പോയതാണ് നമ്മൾ. ഒരിത്തിരിയൊക്കെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന പാഠം നമ്മൾ പഠിച്ചില്ലേ മദ്രസയിൽ നിന്ന്? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് നടക്കുന്നത്. എങ്കിൽ അതിനാവശ്യമായ വിജ്ഞാനവും വിവരവും നമ്മൾ നേടണം. നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ദീൻ കളിയാക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, നമ്മൾ പറയുന്നൊരു വാക്കില്ലേ, ഇസ്ലാമോഫോബിയ അല്ലേ. നായക്ക് വെള്ളം കണ്ടാൽ
അല്ലെ, ഹൈഡ്രോഫോബിയ എന്നാ പറയാ. മറ്റേ ഭ്രാന്തായക്ക് വെള്ളം കണ്ടാൽ മൂപ്പർക്ക് ബേജാറാണ് അല്ലെ. അതേപോലെ ഇസ്ലാമിനെ കുറിച്ചുള്ള പേടിയിലാ സമൂഹം നിൽക്കുന്നത്. ആ പേടിക്കേണ്ടതല്ല ഞങ്ങളുടെ ദീൻ എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മക്കളിലൂടെയാണ്. അതിനുള്ള വിദ്യ നമ്മൾ നേടിയെടുക്കണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതിനുള്ള വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മുതിർന്നവരെ നമ്മൾ അനുസരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ പള്ളി നിർമ്മാണ ഫണ്ട് ശേഖരിക്കുന്ന ദിവസം. ആ നന്മയിലേക്ക് നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ മദ്രസയൊക്കെ അഡ്മിഷൻ തുടങ്ങിയ കാര്യമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അൽഫിത്രയിലേക്കുമൊക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയായി ഇരുലോകത്തും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സൗകര്യങ്ങൾ നൽകി, സാഹചര്യങ്ങൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ ദീനിനും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളായി വളരുവാൻ നീ ഞങ്ങൾക്ക് അവർക്കും തൗഫീക്ക് നൽകണമേ നാഥ. റബ്ബേ, പൈശാചികതയുടെ ലോകത്ത് ഇസ്ലാമിൽ ഇസ്സത്ത് കണ്ടെത്തുവാൻ, അതിനെ അഭിമാനത്തോടെ ഉൾക്കൊള്ളുവാനുള്ള ഈമാനികമായ കരുത്ത് നൽകി നീ ഞങ്ങളുടെ മനസ്സിനെ അലങ്കരിക്കണമേ നാഥ. റബ്ബേ, ജീവിതത്തിൽ കുറേ വീഴ്ചകളും തെറ്റുകളും ഒക്കെ വന്നുപോയി. കാരുണ്യവാനായ നാഥ, അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള വിജ്ഞാനം നൽകി, വിശ്വാസം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ പുതിയ ഭരണാധികാരികളെ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാനികമായ ജീവിതത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കാത്ത, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ഈ നാടിന് അനുഗുണമായ ഭരണാധികാരികളെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, എല്ലാവിധത്തിലുമുള്ള അക്രമങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള ഈമാനിക കരുത്ത് നൽകുകയും എല്ലാവിധ അക്രമികളിൽ നിന്നും നീ ഞങ്ങൾക്ക് സുരക്ഷ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. പടച്ചവനെ, ഇസ്ലാമിക ലോകത്ത് യുദ്ധത്തിൻ്റെതായ നിഴലുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കാരുണ്യവാനായ നാഥ, ലോകത്തിനെ ആകെ പ്രയാസത്തിലകപ്പെടുത്തുന്ന ആ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് അതിന് നേതൃത്വം നൽകുന്ന അഹങ്കാരികൾക്കെല്ലാം മാറി നിൽക്കുവാനുള്ള ബോധം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അതേപോലെ ലോകത്തുള്ള സർവ്വ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കും റബ്ബേ നീ ആശ്വാസവും നന്മയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളെ വിശ്വാസികളായ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, കാരുണ്യവാനായ റബ്ബേ, അവരുടെ ബർസഖിയായ ജീവിതം നീ സ്വർഗീയമാക്കി നൽകണമേ നാഥ. റബ്ബേ, ജീവിതത്തിൽ പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. രോഗങ്ങളുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. കാരുണ്യവാനായ റബ്ബേ, ഇവയ്ക്കെല്ലാം പരിഹാരങ്ങൾ നൽകുവാൻ കഴിവുറ്റവൻ നീ മാത്രമാണ്. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിലും ആശ്വാസവും നന്മയും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, വിശ്വാസികളായി ജീവിക്കുവാൻ, വിശ്വാസികളായി മരിക്കുവാൻ, നാളെ നിന്റെ ജന്നത്തിന്റെ അവകാശികളായി പുനർജനിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും തൗഫീക്ക് നൽകണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب